ഇനി ഞാൻ എന്റെ സ്റ്റോറിയിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യാം. അതായത് നമ്മളൊരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാൻ ഇപ്പൊ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു ഡോക്ടർ പ്ലസ് വന്നു, അതേപോലെ തന്നെ ടെലിഗ്രാം. ഡോക്ടർ പ്ലസിന്റെ ഒരു എന്താണ് ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന കാലത്ത് എന്റെ അവസ്ഥയും അതേപോലെ എന്റെ ഫ്രണ്ട്സിന്റെ അവസ്ഥയും കണ്ടിട്ടാണ് നമ്മൾ ഇത്ര ഒരു ആശയത്തിലേക്ക് വന്നത്. കാരണം ഒരുപാട് കുട്ടികൾ സപ്ലിമെന്ററി എടുക്കുന്നു, അതേപോലെ തന്നെ കോഴ്സ് നിർത്തിപ്പോകുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഡോക്ടർ പ്ലസ് ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. കാരണം എങ്ങനെ എളുപ്പത്തിൽ പഠിക്കാം, കാരണം ശ്ലോകങ്ങളുണ്ട്, അല്ലെങ്കിൽ പല ടോപ്പിക്കുകളുണ്ട്, ഇതെല്ലാം എങ്ങനെ എളുപ്പത്തിൽ പഠിച്ച് അവർക്ക് ആദ്യ ചാൻസിൽ തന്നെ എങ്ങനെ BAMS ക്രാക്ക് ചെയ്യാം. ഈ ഒരു ചിന്തയിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ പിരിഞ്ഞു പോകുന്നത്, കൂടെ ഉള്ളവർ പോകുന്നത് കണ്ടിട്ട് ജൂനിയേഴ്സ് ആയിട്ട് സീനിയേഴ്സ് ആയിട്ട് ഇത് കണ്ടിട്ടാണ് നമ്മൾ ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തപ്പോഴാണ് അതിലേക്ക് നമ്മൾ റിസർച്ച് ചെയ്തത്. ഇതാണ് നമ്മൾ അടുത്തായിട്ട് കൂട്ടുപിടിച്ച ടെക്നോളജിയാണ്. ടെക്നോളജി കൂട്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ആ വിദ്യാർത്ഥികൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ കാണാം, എവിടെ ഇരുന്ന് വേണമെങ്കിൽ കാണാം, എത്ര നേരം വേണമെങ്കിൽ കാണാം, റിപ്പീറ്റഡ് ആയിട്ട് കാണാം. അപ്പൊ അത്തരം രീതിയിൽ ടെക്നോളജിക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. 1 മന്തിനുള്ളിൽ തന്നെ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തു, അതിലേക്ക് കോഴ്സുകൾ ആഡ് ചെയ്തു. നമ്മൾ ഒരു കോഴ്സാണ് ആഡ് ചെയ്തത്, ശാലാക്യതന്ത്രത്തിന്റെ ഒരു കോഴ്സ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൽ പഠിച്ച കുട്ടികൾ മറ്റു സബ്ജക്റ്റുകൾ ചോദിച്ചു തുടങ്ങി. ആ ഒരു സബ്ജക്ട് ഈ ഒരു സബ്ജക്ട് ചോദിക്കുന്നു. അപ്പൊ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവർക്ക് അതിനൊരു സൊല്യൂഷൻ കൊടുക്കേണ്ട ഇതിലേക്ക് വന്നു. ഞങ്ങൾ തന്നെ തുടങ്ങിയ ഒരു സംരംഭത്തിലേക്ക് നമ്മൾ 50ഓളം ഡോക്ടേഴ്സിനെ ഹയർ ചെയ്തു. അപ്പൊ ആ ഒരു ചെറിയ ഒരു സംവിധാനത്തിൽ നിന്നും, ഒരു ചെറിയൊരു പ്രസ്ഥാനത്തിൽ നിന്നും 50ഓളം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് അതിന് ഉയർത്താൻ നമ്മൾ ശ്രദ്ധിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചത്. 50ഓളം ഡോക്ടേഴ്സിനെ എടുത്തു, അവർ ക്ലാസ്സുകൾ എടുത്തു. നമ്മൾ എഡിറ്റേഴ്സ് ആയിട്ട് ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. അത് കോഴ്സുകളായി സെറ്റ് ചെയ്തു. സ്റ്റുഡൻസിന് പിന്നാലെ വരുന്ന സ്റ്റുഡൻസിന് അത് പഠിക്കാൻ പറ്റി. ഇത്തരം രീതിയിൽ വന്നിരിക്കുന്ന ഈ ഒരു കോഴ്സ് ഒരു സ്റ്റുഡന്റ് നമ്മളെ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് എവിടെയെങ്കിലും ഇൻഫർമേഷൻ കിട്ടുന്നത് അവർ നേരെ സൈറ്റിൽ വരുന്നു, അവരുടെ കോഴ്സ് കാണുന്നു, അവർക്ക് കാണാം, നേരെ ക്ലിക്ക് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു, അവരുടെ അക്കൗണ്ടിലേക്ക് അവരുടെ ലൈബ്രറിയിലേക്ക് ആ കോഴ്സ് ആഡ് ചെയ്യുന്നു, അവർക്ക് കണ്ടു